സർക്കാർ രൂപീകരണം സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഇന്ന് ചേരുന്ന എൻ.ഡി.എ യോഗത്തിൽ നടക്കും. എൻ.ഡി.എ യോഗത്തിന് ശേഷം സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശം ഉന്നയിച്ച് എൻ.ഡി.എ നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. ഇന്ത്യ സഖ്യവും സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ തേടുകയാണ്. നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു തുടങ്ങിയ നേതാക്കളിലാണ് പ്രതീക്ഷ. നിർണായക ഇന്ത്യ സഖ്യ യോഗവും ഇന്ന് വൈകിട്ട് ചേരും. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലും അനൂപ് ദാസും ഉണ്ട്. ഗുഡ് മോർണിംഗ് രണ്ടാൾക്കും, ബാലുചേട്ടനും അനൂപ് ദാസിനും. അങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങി അനൂപ് ദാസ് അവിടെയുണ്ട്. ഇന്ത്യയുടെ മൊത്തം സ്പന്ദനം മനസ്സിലാക്കിയ ബാലുചേട്ടനും ഉണ്ട്. അപ്പോൾ എന്താവും ഇനി അങ്ങോട്ട്? സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളും. പക്ഷേ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് എൻ.ഡി.എ രാഷ്ട്രപതിയെ കാണുന്നു. എന്താവും ഇനി തുടർന്ന് സംഭവിക്കുക? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്ന് ഏറ്റവും നിർണായകമായ പല നീക്കങ്ങളും എൻ.ഡി.എ ക്യാമ്പിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ 11:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നതായിരിക്കും. തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ സന്ദർശിക്കുന്നതായിരിക്കും. ഇതിന് ശേഷമാണ് എൻ.ഡി.എ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ എൻ.ഡി.എ യോഗത്തിൽ രണ്ടുപേരുടെ സാന്നിധ്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഈ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ചന്ദ്രബാബു നായിഡു ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ TDP കേന്ദ്രങ്ങളൊക്കെ ആന്ധ്രയിൽ വ്യക്തമാക്കിയിരുന്നു. നായിഡു ഇന്ന് രാവിലെ ഡൽഹിയിലെത്തുന്നുണ്ട്. ഡൽഹിയിലെത്തിയതിനു ശേഷം അദ്ദേഹം ഈ യോഗത്തിൽ, അതായത് എൻ.ഡി.എ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നിതീഷ് കുമാർ നേരിട്ട് പങ്കെടുക്കുമോ അതോ ഈ JDUവിൻ്റെ മറ്റേതെങ്കിലും നേതാക്കൾ, KC ത്യാഗിയെ പോലുള്ള ഏതെങ്കിലും നേതാക്കളായിരിക്കുമോ ഈ എൻ.ഡി.എ യോഗത്തിലേക്ക് പങ്കെടുക്കുക എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലവിലുണ്ട്. പക്ഷേ ഈ രണ്ട് പാർട്ടികളും തങ്ങൾക്കൊപ്പം നിലവിൽ നിൽക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കാലത്ത് ഉണ്ടായിരുന്നതുപോലെ ഈ മന്ത്രിസഭാ രൂപീകരണം, വകുപ്പ് വിഭജനം, മറ്റ് കാര്യങ്ങളിലൊക്കെ BJPക്ക് ഏകപക്ഷീയമായ തീരുമാനം ഇത്തവണ എടുക്കാൻ വേണ്ടി കഴിയില്ല. ഈ രണ്ട് നേതാക്കളെയും ഒപ്പം നിർത്തണമെങ്കിൽ പല വാഗ്ദാനങ്ങളും അവർക്ക് നൽകേണ്ടി വരും. പല ഈ വിലപേശലുകളും അണിയറയിൽ നടക്കേണ്ടി വരും. അതൊക്കെ ഇന്ന് ഈ ദിവസം വളരെ നിർണായകമാണ്. ചന്ദ്രബാബു നായിഡുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നത് ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രയ്ക്കും പ്രത്യേക പദവി, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വളരെ വൈകാതെ തന്നെ ഉണ്ടാകേണ്ടതായി ഉണ്ട്. അതുപോലെ തന്നെ മന്ത്രിസഭയിലെ നിർണായകമായ പല വകുപ്പുകളും ഈ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒപ്പം നിർത്തിയാലും ചിരാഗ് പാസ്വാൻ, അതുപോലെ തന്നെ ഈ ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിലെ ചില MP-മാർ, ഇവരെയൊക്കെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും ആയ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഈ പൊതുവെ നേതാക്കളുടെയൊക്കെ ഈ നരേന്ദ്രമോദിയുടെ പിന്തുണ, അതായത് അദ്ദേഹത്തെ മൂന്നാം തവണ പ്രധാനമന്ത്രി ആക്കുന്നതിനുള്ള പിന്തുണ സംബന്ധിച്ചുള്ള കത്തിൽ ഈ എൻ.ഡി.എ നേതാക്കൾ ഒപ്പുവെക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് എൻ.ഡി.എ നേതാക്കൾ എനിക്ക് പിന്നിൽ കാണുന്ന രാഷ്ട്രപതി ഭവനിലെത്തി ആ കത്ത് ഔദ്യോഗികമായി രാഷ്ട്രപതിക്ക് കൈമാറുന്നതായിരിക്കും. 9-ാം തീയതി വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്കാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന തരത്തിൽ തന്നെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ കളി ഇനിയും ബാക്കിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും എൻ.ഡി.എ ആത്മവിശ്വാസത്തിലാണ്, BJP ആത്മവിശ്വാസത്തിലാണ്. സർക്കാർ രൂപീകരണത്തിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയില്ല എന്നാണ് നേതാക്കളും മറ്റും വ്യക്തമാക്കുന്നത്. മൂത്തി. ശരി ബാലുചേട്ടാ, ഇനി അനൂപിലേക്കൊന്ന് പോവുകയാണ്. അനൂപേ, ഗുഡ് മോർണിംഗ്. കുറച്ചൊന്ന് കുലുങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ. കാരണം രാമക്ഷേത്ര നിർമ്മിതിക്ക് ശേഷം പോലും ആ മണ്ഡലം തന്നെ കൈവിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക എന്ന് ഒരുപക്ഷെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ബാലുചേട്ടൻ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് സർക്കാർ രൂപീകരണത്തിൽ ഒരു ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കൊന്നും വകുപ്പുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുക? മാത്രമല്ല ഇന്ത്യ മുന്നണിയും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്.
മോത്തി ഗുഡ് മോർണിംഗ്. മോത്തി പറഞ്ഞത് ശരിയാണ്. ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. കുലുങ്ങുക മാത്രമല്ല, ഒന്ന് ഞെട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും എന്നാണ് നമുക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 400-ലധികം ഇത്തവണ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ആളുകൾക്ക് സഖ്യമായി പോലും 300 കടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 4.25 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരിടത്ത് 1.5 ലക്ഷത്തിലേക്ക് ആ ഭൂരിപക്ഷം താഴ്ന്നു പോവുകയാണ് എന്നത് രണ്ടാമത്തെ പ്രശ്നം. അയോധ്യയിലെ രാമക്ഷേത്രം കൊണ്ട് മാത്രം ഞങ്ങൾ 300 കടക്കുമെന്ന് പറഞ്ഞ BJP നേതാക്കൾക്ക് ആ മണ്ഡലത്തിൽ തോൽവി അതിരൂക്ഷമായ 55,000 വോട്ടിൻ്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ പരാജയങ്ങളിൽ ഒന്ന് എന്നതാണ് പറയാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഇന്ത്യ സഖ്യം സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച സജീവമായ ചർച്ചയിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. ഇതാ എനിക്ക് പിറകിൽ കാണുന്ന ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരം, ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ആ ചർച്ചകൾ ആര് നയിക്കും, ആരാകും പ്രധാനമന്ത്രി ഇവിടേക്ക് കയറി പോവുക എന്ന കാര്യത്തിൽ ഈ നിമിഷവും വ്യക്തതയുണ്ടായിട്ടില്ല എന്നാണ് പറയാൻ കഴിയുക. കാരണം എന്താണെന്ന്, ഈ ഇന്ത്യ സഖ്യവുമായിട്ടില്ല, പ്രതിപക്ഷവുമായി നേരത്തെ പലതവണ സഹകരിച്ച ആളുകളാണ് JDയുടെ നിതീഷ് കുമാർ ആണെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആണെങ്കിൽ. ഈ രണ്ടാളുകളുമായും ഇന്ത്യ സഖ്യം ചില ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ശരത് പവാറും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമാണ്. ഈ രണ്ടാളുകളും ഇന്നലെ തന്നെ JDUവിൻ്റെയും ഒപ്പം തന്നെ TDPയുടെയും പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ആ ചർച്ചകൾ വീണ്ടും നടക്കും. ഇപ്പോൾ ഒരു പക്ഷേ ഈ സഖ്യവുമായി സഹകരിച്ചിട്ടില്ല എങ്കിലും ഭാവിയിൽ ഈ 5 വർഷത്തിനിടയിൽ ഒരുപക്ഷെ 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ ഇവരെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമിടൽ കൂടിയാണ് ഇന്നലെയും ഇന്നുമായിട്ടുള്ള ചർച്ചകളിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ജനങ്ങൾ സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ 28 പേരും ചേർന്ന ഒരു മുന്നണി, ഇന്ത്യ മുന്നണിയിൽ എങ്ങനെയാണ് ഇവരൊക്കെ ഒത്തുപോവുക, ഭരണം എങ്ങനെയായിരിക്കും, കടുത്ത പ്രതിസന്ധി തന്നെ നേരിടില്ലേ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. നമ്മുടെ രാജ്യം ആദ്യമായിട്ടല്ല ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ കാണുന്നത്. നേരത്തെയും പലതവണ, പ്രത്യേകിച്ച് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് പലതവണയായി കൂട്ടുകക്ഷി സർക്കാരിനെ കണ്ടതാണ്. 2004 ഏറ്റവും വലിയ ഉദാഹരണം. 2004 കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, മറ്റേതെങ്കിലും പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു, CPM നേതാവായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ഒരു സഖ്യ രൂപീകരണത്തിന് മുൻകൈ എടുത്തത്. അന്ന് 5 വർഷം തികച്ചു ആ ഒന്നാം UPA സർക്കാർ. അതിന് തൊട്ട് മുൻപ് തന്നെ CPM പിന്തുണ ആണവ കരാറിൻ്റെ ഭാഗമായിട്ട് പിന്തുണ പിൻവലിച്ചു എങ്കിലും പിന്നീടും ഒരു 5 വർഷം ഭരിക്കാനുള്ള സാഹചര്യവും സാധ്യതയുമെല്ലാം UPAക്ക് മുന്നിൽ തെളിഞ്ഞു വരികയായിരുന്നു. അന്നും ഒരുപാട് കക്ഷികളുണ്ടായിരുന്നു. ഈ കക്ഷികൾ തമ്മിലുള്ള പരസ്പര സഹകരണവും ഒരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഭരണവുമെല്ലാം രാജ്യം കണ്ടതാണ്. ആ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ പദ്ധതികളിൽ ഒന്നായ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഉണ്ടായി വരുന്നത്. അതേ സർക്കാരാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അപ്പോൾ സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടികൾ ഒരുമിച്ച് പോയതിൻ്റെ ഉദാഹരണമൊക്കെ നമ്മുടെ രാജ്യത്ത് നമുക്ക് മുന്നിലുണ്ട്. ഈ 28 പാർട്ടികൾ എന്ന് പറയുന്നത് കോൺഗ്രസും CPMും DMKയും മമതാ ബാനർജിയും ഒക്കെയാണ്. കോൺഗ്രസുമായി കുറേയേറെ പ്രശ്നങ്ങളുള്ളത് മമതയ്ക്കാണ്. പക്ഷേ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാമെന്ന പൊതുധാരണ ഈ പാർട്ടികൾക്കിടയിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുമിച്ച് മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പെട്ടെന്ന് തന്നെ BJPക്ക് എന്നാൽ അവർ സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന ഒരു നിലയിലല്ല ഇന്ത്യ സഖ്യമുള്ളത്. അവസാന നിമിഷം വരെ ശ്രമിക്കണം എന്ന് തന്നെയാണ് ധാരണ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അതാണ്. ഞങ്ങൾ സഖ്യകക്ഷികളുമായി സംസാരിക്കും, അതിനുശേഷം തീരുമാനം അറിയിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് യോഗം. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ഇന്ത്യ സഖ്യം എന്ത് തീരുമാനിക്കും എന്നുള്ള കാര്യം.